ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പൊതുവെ പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്ത്രീകൾ കുറച്ചുകൂടി ചൂസി ആയിട്ടുള്ള ആളുകളാണ്. ഒരു പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആ റിലേഷൻഷിപ്പിൽ നല്ലപോലെ നിൽക്കുന്നതും അതുപോലെ തന്നെ ഒരു റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യുന്നതും. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പെൺകുട്ടികൾ ഇപ്പോൾ ഓൾറെഡി റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ സ്ത്രീകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വൈഫിൻ്റെ അടുത്ത് നിന്നൊക്കെ കുറച്ച് ഡിസ്റ്റൻസിലാണ്. അവർ നമ്മളെ പഴയ പോലെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന കെയർ പഴയ പോലെ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് പെൺകുട്ടികൾ നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ആദ്യത്തെ പോയിന്റ് പറയാന്നുണ്ടെങ്കിൽ ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആണ്. നിങ്ങൾ ഒരാളെ ചേസ് ചെയ്ത് പുറകെ പോകുന്നതിന് മുന്നേ ആദ്യം നമ്മളെ ഒന്ന് ഫോക്കസ് ചെയ്യാം. അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ലുക്ക്, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ബിഹേവിയർ, ഇതെല്ലാം ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതിനെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇതെല്ലാം ഓക്കെ അല്ലേ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനിയിപ്പോൾ എല്ലാവരും പക്ക അടിപൊളിയായിട്ടുള്ള ആൾക്കാരൊന്നും ആയിക്കൊള്ളുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഒരാളോട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കൊണ്ടുവരാനുള്ള രീതിയിൽ നമ്മളെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കണം. അതേപോലെ നമ്മൾ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത്, ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്ലോത്ത്സ് വിയർ ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് നിങ്ങൾ കാറ് വാങ്ങിക്കണം, ആ രീതിയിലൊന്നും അല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് ഒരു നോർമൽ ഡ്രസ്സ് ആണെങ്കിൽ പോലും അത് അയേൺ ചെയ്ത് നല്ല പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വിയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിയാണെങ്കിലും, അതിപ്പം ഏത് നോർമൽ വണ്ടിയാണെങ്കിലും ലക്ഷറി വണ്ടിയാണെങ്കിലും, അതിനെ നല്ല രീതിയിൽ ക്ലീൻ ആയി നീറ്റായിട്ട് ഒരാൾ കാണുമ്പോൾ നല്ല വൃത്തിയുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രസന്റബിൾ ആയിരിക്കണം. അതൊരിക്കലും എക്സ്പെൻസീവ് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. പിന്നെ നമ്മുടെ ബിഹേവിയറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുകളെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആളെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ ഒരാളോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം. ഈ കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ പ്രത്യേകം നോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങളൊരു ഓൾറെഡി ഉള്ള ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കുറയും. നിങ്ങൾ അവരോട് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോടും ആ രീതിയിലാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾറെഡി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആണെങ്കിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഇംപ്രഷൻ കുറയാൻ അത് കാരണമാവും. ഇനി രണ്ടാമത്തെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇമോഷണലി സ്ട്രോങ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഈ ഇമോഷണലി സ്ട്രോങ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കരയാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയും നിങ്ങളുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ വിഷമം വന്നു, ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഡിസ്റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് നിങ്ങൾക്ക് വിഷമം വരുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കാണെങ്കിലും വിഷമം വരും. അപ്പൊ അവർ നിങ്ങളോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കരഞ്ഞ് അവരുടെ കാല് പിടിച്ച് ആ രീതിയിൽ നിങ്ങൾ ഇമോഷണൽ ആവാൻ വേണ്ടി പോകരുത്. നേരെ മറിച്ച് നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഇല്ലേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് കരയാം, നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാം. നിങ്ങൾക്ക് അവരിൽ നിന്നും ഉള്ള ഒരു കംഫർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കൂടെ ആ ഒരു ഇമോഷൻസ് ഷെയർ ചെയ്ത് നിൽക്കാം. പക്ഷെ നിങ്ങളെ റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂം തരാത്തൊരു പാർട്ട്ണറാണ് നിങ്ങളുടെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കരഞ്ഞ് ബെഗ് ചെയ്ത് അവരുടെ കാല് പിടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ അവരോട് തുറന്നു പറയാനോ പോകരുത്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കണം. പിന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്ത് ഒരു ലിമിറ്റ് കഴിയുന്നത് വരെ നിങ്ങളുടെ ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് സ്റ്റേബിൾ ആക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം ഇവരെന്ത് ചെയ്യും, നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർ ഈ റിലേഷൻഷിപ്പിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ നമ്മളെ ഒബ്സർവ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ അല്ല എന്നുള്ളൊരു ഇംപ്രഷൻ അവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളൊരു കണക്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം തുറന്നു പറയാം, നമുക്ക് വേണമെങ്കിൽ അവരോട് കരയാം, ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം, നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാം. പിന്നെ ഇമോഷൻസിന്റെ കാര്യം പറയുമ്പോൾ
നിങ്ങൾ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ട്, അപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് എൻ്റെ വൈഫ് എന്നെക്കാളും അടിപൊളിയാണ്, അല്ലെങ്കിൽ എൻ്റെ വൈഫിന് എന്നെക്കാളും കൂടുതൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്, എന്നേക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫിന് അത്ര മാച്ച് അല്ലാത്ത ആളാണ്, ഈ രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് വാലിഡേഷൻ സീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. നിനക്ക് എന്നെ ഇഷ്ടമല്ലേ, നീ എൻ്റെ വിട്ട് പോവോ? അത് നോർമലി ചോദിക്കുന്നതല്ല, നോർമലി ചോദിക്കുന്നതിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾ ചോദിക്കാനും വാലിഡേഷൻ സീക്ക് ചെയ്യാനും തുടങ്ങും. സോ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അതും ഒരു ഇമോഷണൽ സ്ട്രെങ്ത്തിന്റെ പാർട്ടാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇമോഷണലി വീക്കാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ട്ണറിനോട് നിങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഒന്നുകൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ടൂ മച്ച് ആയിട്ട് ആർക്കും അവൈലബിൾ ആവാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എപ്പോഴും അവരെ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവർ കോൾ ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ കോൾ എടുക്കുക. നിങ്ങൾക്ക് അവരെന്ത് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാലും ആ സമയത്തൊക്കെ നിങ്ങൾ അവൈലബിൾ ആവുക. ഈ രീതിയിൽ നിങ്ങൾ അവരോട് പെരുമാറാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാല്യൂ ആണ് നിങ്ങൾ കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അവർക്ക് അവൈലബിൾ ആവണം, പക്ഷെ കുറച്ച് നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ കൂടെ കൺസിഡർ ചെയ്യണം. നിങ്ങൾ ബിസി ആയിട്ടുള്ളൊരു സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ കുറച്ച് തിരക്കിലാണ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ എന്നുള്ളത്. ഇപ്പൊ ചില ആളുകളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പം അവരിപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പൊ ഇതുപോലെ കോള് വരുന്ന സമയത്ത്, പാർട്ട്ണറിന്റെ കോള് വരുന്ന സമയത്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ പോയിട്ട് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതായത് നമുക്ക് വിശപ്പും ദാഹത്തിനേക്കാളൊക്കെ കൂടുതലാണ് നമുക്ക് അവരോടുള്ള സ്നേഹം, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി അതിനൊക്കെ മുകളിലാണ് അവരോട് എന്നാണ് ഈ ഒരു ആക്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മുടെ പാർട്ട്ണർ, ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പാർട്ട്നേഴ്സ് വിളിക്കുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനോ അങ്ങനൊന്നും ആയിരിക്കില്ല, നോർമലി കാഷ്വൽ ടോക്കിന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ അവരോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു പരിധി വരെ അത് ഓക്കെ ആണ്. പക്ഷെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പൊ ഇവരുടെ മനസ്സിൽ, അതായത് നിങ്ങളുടെ പാർട്ട്ണറിന്റെ മനസ്സിൽ ഓൾറെഡി എന്താ ഉണ്ടാവുക, ഇവരെ നമുക്ക് എപ്പോൾ വിളിച്ചാലും കിട്ടും, നമുക്ക് എപ്പോഴും അവൈലബിൾ ആ. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾക്ക് എപ്പോഴും നമ്മുടെ ഇതില് ഒരു ലോ ആയിട്ടുള്ള വാല്യൂ ആണ് ഉണ്ടായിരിക്കുക. സോ അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക. നിങ്ങൾ അവർക്ക് ടൈം കൊടുക്കണം, അവരെ കൺസിഡർ ചെയ്യണം, പക്ഷേ നിങ്ങളുടെ സെൽഫിനെ കൂടി നിങ്ങൾ അതിലൊന്ന് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നിനും പോവാതിരിക്കുക. നാലാമത്തെ ഒരു പോയിന്റ് പറഞ്ഞുതരാം. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലാവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിലും, നിങ്ങളിൽ എപ്പോഴും അവർ ക്യൂരിയസ് ആയിട്ടിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അവരോട് പറയാനുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് തുടങ്ങി വെക്കുക. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ ആ ഒരു കാര്യം പറയരുത്. അപ്പൊ അതങ്ങനെ പറയാതിരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ അത് അവരോട് പറയരുത്. അത് പിന്നീട് അവർ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതെന്താ ഞാൻ മറന്നുപോയി, ആ രീതിയിൽ നിങ്ങൾ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വരും. എന്നാലും അതെന്തായിരിക്കും അവൻ പറയാൻ വന്നത്, ആ ഒരു ക്യൂരിയോസിറ്റി അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു അട്രാക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് അത് മാറും. അത് അവർക്ക് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അവരുടെ അടുത്ത് ഓപ്പൺ ആവുന്നുണ്ട് എന്നവർക്ക് തോന്നാത്ത രീതിയിൽ വേണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതായത് നിങ്ങളൊരു 80% കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്, ബാക്കി 20% അവിടെ ഹിഡൻ ആണ്, അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ഇരിക്കണം. നിങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ ഒന്നും നിങ്ങൾക്ക് അവരോട് പറയാനില്ലെങ്കിൽ പോലും അത് പറഞ്ഞിട്ടില്ല എന്നവർക്ക് തോന്നുന്ന രീതിയിൽ വേണം നിങ്ങൾ അവരോട് സംസാരിക്കാൻ. അപ്പോൾ ആ സമയത്ത് നിങ്ങളോടുള്ള ക്യൂരിയോസിറ്റി അവർക്ക് പോവില്ല. ഒരു വ്യക്തിക്ക് നമ്മളോട് ക്യൂരിയോസിറ്റി
ക്യൂരിയോസിറ്റി ഉണ്ടാവുന്ന അത്രയും കാലം അവർക്ക് നമ്മളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാവും. പക്ഷെ എപ്പോൾ അവർക്ക് നമ്മളിലുള്ള ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുന്നോ അപ്പോൾ തൊട്ട് അവർക്ക് നമ്മളിലുള്ള അട്രാക്ഷൻ കുറഞ്ഞു തുടങ്ങും. ഇനി 5ാമത്തെ കാര്യം, അവളെ നിങ്ങൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് നല്ല രീതിയിൽ നോക്കണം, അവർക്ക് കെയർ കൊടുക്കണം, അതേപോലെ അവർക്ക് സ്നേഹം കൊടുക്കണം, അവർക്ക് വേണ്ട സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് അവൈലബിൾ ആവണം. പക്ഷേ അതൊരിക്കലും നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെയോ സെൽഫ് റെസ്പെക്റ്റിനെയോ കളഞ്ഞുകൊണ്ടായിരിക്കരുത്. അതായത് നിങ്ങൾ അവർക്ക് കെയർ ചെയ്യണം, അവർക്ക് ടൈം കൊടുക്കണം, അറ്റൻഷൻ കൊടുക്കണം. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ സമയത്തും അവർക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ നിങ്ങളെയും കൺസിഡർ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെയും കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ജസ്റ്റ് താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മീ രാഷ്ന സൈനിങ് ഓഫ്.